നിങ്ങളുടെ സെയിൽസ് ടീമിൽ 10 പേരുണ്ടെങ്കിൽ ഇതിൽ 2 പേരായിരിക്കും 80% ബിസിനസ് കൊണ്ടുവരാൻ പോകുന്നത്. ബാക്കി 8 പേരും കൂടെ ചേർന്ന് കൊണ്ടുവരുന്ന 20% ബിസിനസ് ആയിരിക്കും. നിങ്ങളൊരു ക്രിക്കറ്റിന്റെ സ്കോർ കാർഡ് എടുത്ത് നോക്കിയാൽ പലപ്പോഴും ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഏകദേശം 80% സ്കോർ ചെയ്തിരിക്കുന്നത് 20% അല്ലെങ്കിൽ 2-3 പേര് ചേർന്നായിരിക്കും. ബാക്കിയുള്ളവരെ കൂടെ ചേർന്നായിരിക്കും ബാക്കിയുള്ള ഒരു 70-80% സ്കോർ ചെയ്യുന്നത്. ഇതിങ്ങനെയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ 2-3 പേരെ മാത്രം അങ്ങ് എടുത്താൽ പോരെ നമുക്ക് തോന്നിയെന്ന് പറയാം, ഇല്ലേ? ബാക്കിയുള്ള ഒരു വേസ്റ്റ് ആയിട്ടല്ലേ നമുക്ക് തോന്നുക. പക്ഷെ അതും വർക്ക് ചെയ്യില്ല. ആ 2-3 പേരെ എടുത്താൽ അതിനകത്ത് ഇത് തന്നെയാണ് വർക്ക് ചെയ്യുക. എന്ത്? 80% ആൾക്കാർ 20% വർക്ക് ചെയ്യും, 20% ആൾക്കാർ 80% കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇതിന് ലാ പെരറ്റോസ് റൂൾ എന്നാ പറയുക. പണ്ടുകാലം മുതൽ അനുവർത്തിച്ചു വരുന്ന റൂളാണ് 80-20 റൂൾ എന്ന് പറയും. 80% റിസൾട്ട് കംസ് ഫ്രം 20% പീപ്പിൾ, 20% റിസൾട്ട് കം ഫ്രം 80% പീപ്പിൾ. അപ്പോൾ ബുദ്ധിയുള്ള ആൾക്കാർ പലരും ഒത്തിരി ആലോചിച്ചിട്ടുള്ളൂ. ഞാനും ഒത്തിരി ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ്. ബിസിനസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ കൃത്യമായ 20% കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പ്രശ്നമില്ലല്ലോ. അത് കിട്ടില്ല. എങ്ങനെയായാലും നമ്മൾ 10 പേരെ എടുത്താൽ അതിനകത്ത് ഇതേ പ്രോസസ്സ് തന്നെ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അതുകൊണ്ടാണ് പല കമ്പനികളും ഹയർ ആൻഡ് ഫയർ പ്രോസസ്സിലേക്ക് മാറാനുള്ള റീസൺ. ഹയർ ചെയ്യുക, പെർഫോം ചെയ്യുന്ന ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്യുക, അവരെ റീറ്റെയിൻ ചെയ്യുക, അവരെ കൊണ്ട് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യിക്കുക. അല്ലാത്ത ആൾക്കാർ മറ്റു ഓപ്ഷനുകളിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ. അതുകൊണ്ടാണ് ഇപ്പോഴും പല കമ്പനികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോ ലാ പെരറ്റോസ് റൂൾ ഏത് മേഖലയിൽ പോയാലും വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്.